വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിലെ പെർമിബിലിറ്റി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. എന്താണ് പെർമിബിലിറ്റി എന്ന് നോക്കാം. പെർമിബിലിറ്റി എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടിയാണ്, സോയിലിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. സോയിലിൻ്റെ അകത്തുകൂടെ വാട്ടർ പാസ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ പെർമിബിലിറ്റി എന്ന് പറയുന്നത്. പാസ് ചെയ്യിപ്പിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല, പാസ് ചെയ്ത് പോകുന്ന പ്രോപ്പർട്ടീനെ നമ്മൾ പെർമിബിലിറ്റി എന്ന് പറയും. അത് സോയിലിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് പറയുന്നത്. ഇനി ഇതേ സംഭവം തന്നെ നമ്മൾ പ്രോസസ് ബേസ് പറഞ്ഞാൽ അതിനെ നമുക്ക് സീപ്പേജ് എന്ന് പറയാം. അപ്പോൾ പെർമിബിലിറ്റി എന്ന് പറയുന്നത് സോയിലിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, അതേസമയം സീപ്പേജ് എന്ന് പറയുന്നത് പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ പെർമിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് സോയിൽ വിച്ച് അലോസ് ദി പാസേജ് ഓഫ് വാട്ടർ ത്രൂ ദി സോയിൽ. സോയിലിലൂടെ ആ വാട്ടറിനെ പാസ് ചെയ്യിപ്പിക്കുന്ന ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ പെർമിബിലിറ്റി എന്ന് പറയുന്നത്. പെർമിബിലിറ്റി നൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ കെ ആണ്. ഓക്കെ, ഇനി ഗ്രാവൽസും സ്റ്റിഫ് ക്ലേയുടെ കാര്യം ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ലൂസായിട്ടുള്ള സോയിലിലും ഡെൻസ് ആയിട്ടുള്ള സോയിലിൻ്റെയും കാര്യം നമുക്ക് എടുക്കാം. അപ്പോൾ ലൂസായിട്ടുള്ള സോയിലാണെങ്കിൽ അവിടെ വോയിഡ് റേഷ്യോ കൂടുതലായിരിക്കും. അപ്പോൾ വോയിഡ് റേഷ്യോ കൂടുതലാകുമ്പോൾ സ്വാഭാവികമായിട്ട് പെർമിബിലിറ്റി കൂടും. പക്ഷേ അതേസമയം ഡെൻസ് ആയിട്ടുള്ള സോയിൽ, ഡെൻസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റായിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്ന, വോയിഡ് റേഷ്യോസ് കുറവായിരിക്കും, അതിൽ വോയിഡ്സ് കുറവാണ്. അപ്പോൾ അതിൻ്റെ അകത്തൂടെ പോകാനുള്ള വെള്ളത്തിൻ്റെ എമൗണ്ടും കുറയും. സോ ആ സിറ്റുവേഷൻസിൽ പെർമിബിലിറ്റി കുറയുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സീപ്പേജ് എന്താണെന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ സോയിൽ സാമ്പിൾ ഡ്യൂ ടു പെർമിബിലിറ്റി നോൺ ആസ് സീപ്പേജ്. അതുപോലെ തന്നെ വെള്ളം എങ്ങനെയാണ് ഒഴുകിപ്പോകുന്നത് എന്ന് ചോദിച്ചാൽ ഫ്ലോ ഓഫ് വാട്ടർ ആൾവേസ് ഒക്കർ ഫ്രം ഹൈ ഹെഡ് ടു ലോ ഹെഡ്. ഒരു ഹൈ ഹെഡിൽ നിന്ന് ലോ ഹെഡിലോട്ടാണ് വെള്ളം ഒഴുകിപ്പോകുന്നത്. എക്സാമ്പിളായിട്ട് നമ്മൾ തറയിൽ മണ്ണിൽ വെള്ളം ആവുന്നു, നമ്മൾ ആ ഹെഡ് ഹൈ ഹെഡ് എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നു. സോ ആ വെള്ളം താഴോട്ടേക്കാണ് പോകുന്നത്, അതാണ് ലോ ഹെഡ്. അതൊന്ന് ആലോചിച്ചാൽ മതിയാവും. ഇനി അതുപോലെ തന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ലെങ്തിൽ അല്ലെങ്കിൽ ഒരു പെർ മീറ്റർ ലെങ്തിൽ ഉണ്ടാവുന്ന ഹെഡ് ലോസിനെയാണ് നമ്മൾ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു പെർ മീറ്റർ ലെങ്തിൽ ഉണ്ടാവുന്ന ഒരു ഹെഡ് ലോസിനെയാണ് നമ്മൾ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പെർ മീറ്റർ ലെങ്ത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ചുമ്മാ ഒരു ലെങ്ത് അല്ല, സീപ്പേജ് ഉണ്ടാവുന്ന ലെങ്താണ്. എന്ന് വെച്ചാൽ ആ പെർമിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു വെള്ളം ആഴ്ന്നിറങ്ങുന്ന ആ ഒരു പ്രോസസ്സ്, ആ പ്രോസസ്സ് ഉണ്ടാവുന്ന ആ ഒരു പെർട്ടിക്കുലർ ലെങ്ത് അല്ലെങ്കിൽ ഒരു പെർ മീറ്റർ ലെങ്ത് എടുക്കുക, അവിടെ ഉണ്ടാവുന്ന ഹെഡ് ലോസിനെയാണ് നമ്മൾ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് നൊട്ടേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ ഐ ആണ്. സോ ഐ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ എൽ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇതിൽ ഡെൽറ്റ എച്ച് എന്ന് ഉദ്ദേശിക്കുന്ന അവിടെ ഉണ്ടാവുന്ന ഹെഡ് ലോസ് ആണ്. സോ ഹെഡ് ലോസ് ഡിവൈഡഡ് ബൈ അവിടുത്തെ സീപ്പേജ് ലെങ്ത്. ഇക്വേഷൻസ് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നൊട്ടേറ്റ് ചെയ്യുന്ന ഐ ആണ്. സോ ഇറ്റ് ഈസ് ദ ഹെഡ് ലോസ് ഒക്കറിങ് ഇൻ എ ഫ്ലോ പെർ യൂണിറ്റ് സീപ്പേജ് ലെങ്ത്. അതാണ് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഇനി ഈ പെർമിബിലിറ്റി പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു ലോ ഉണ്ട്. സോ ആ ഒരു ലോയിനെയാണ് ഡാർസീസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡാർസീസ് ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും ഫ്ലൂയിഡ് മെക്കാനിക്സിലാണ് ഈ ഡാർസീസ് ലോ കൂടുതലും പറയുന്നത്. അപ്പോൾ ഡാർസീസ് ലോയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഡിസ്ചാർജ് വെലോസിറ്റി ഉണ്ട്. ഈ ഒരു ഡിസ്ചാർജ് വെലോസിറ്റി, ഞാൻ ഡിസ്ചാർജ് വെലോസിറ്റി വി ആയിട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഡിസ്ചാർജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ഓഫ് ഫ്ലോ ആണ്. ഓക്കെ, വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി ടു ഐ എന്നാണ് പറയുന്നത്. അപ്പോൾ ഡാർസീസ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഡാർസീസ് ലോ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ചാർജ് വെലോസിറ്റി അത് നൊട്ടേറ്റ് ചെയ്യാൻ ഞാൻ വി ആണ് കൊടുക്കുന്നത്. ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി ടു ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്ന് വെച്ചാൽ വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് വരും. ഈ പറയുന്ന ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കുന്നുണ്ട്. ആ കോൺസ്റ്റൻ്റ് ആണ് കെ എന്ന് പറയുന്നത്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു കോൺസ്റ്റൻറ്റ് കൊടുക്കുന്നുണ്ട്. ആ കോൺസ്റ്റൻ്റ് ആണ് കെ എന്ന് പറയുന്നത്. കെയെ നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിബിലിറ്റി എന്ന് പറയാം. ഈ പറയുന്ന കെയെ നമ്മൾ പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിബിലിറ്റി. ഓക്കെ, കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിബിലിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ വി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഐ എന്നുള്ള ഒരു ഫോമുല നമുക്ക് ഡാർസീസ് ലോയിൽ നിന്നാണ് എടുത്തേക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഈ കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിബിലിറ്റിയുടെ യൂണിറ്റ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ എം പെർ സെക്കൻഡോ മീറ്റർ പെർ സെക്കൻഡോ ഒക്കെ നമുക്ക് പറയാവുന്നതാണ്. ഇതിൽ ഞാനൊരു ടേം പറഞ്ഞായിരുന്നു, ഡിസ്ചാർജ് വെലോസിറ്റിക്കാണ് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നാണ് പറഞ്ഞത്. അതാണ് ഡാർസീസ് ലോയിൽ പറഞ്ഞത്. അപ്പോൾ ഈ ഡിസ്ചാർജ് വെലോസിറ്റി എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡിസ്ചാർജ് വെലോസിറ്റി എന്താണെന്ന് വെച്ചാൽ
ഡിസ്ചാർജ് വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു ഫ്ലോ നടക്കുകയാണ്. അപ്പോൾ നോർമലി ആ ഒരു എൻറ്റയർ ഏരിയയിലും ആ ഒരു എന്ന് വെച്ചാൽ ആ എൻറ്റയർ ക്രോസ് സെക്ഷണൽ ഏരിയയിലും നടക്കുന്ന ആ ഒരു ഫ്ലോയുടെ വെലോസിറ്റീനെയാണ് നമ്മൾ ഡിസ്ചാർജ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ അപ്പോൾ നമ്മൾ പെർമിയബിലിറ്റി പറഞ്ഞു, അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞത് ഡിസ്ചാർജ് വെലോസിറ്റി ആണ്. അതുപോലെ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റും പറഞ്ഞു. രണ്ടാമത് പറഞ്ഞ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ആണ്. അടുത്ത ഡിസ്ചാർജ് വെലോസിറ്റി പറഞ്ഞു. ഇനി അതിൽ പറയാനുള്ളത് സീപ്പേജ് വെലോസിറ്റി ആണ്. എന്താണ് സീപ്പേജ് വെലോസിറ്റി എന്ന് നോക്കാം. സീപ്പേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള വോയിഡ്സിനിടയിൽ കൂടെ പോകുന്ന വെള്ളത്തിൻ്റെ വെലോസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ വോയിഡ്സിനകത്തൂടെ പോകുന്ന വെള്ളത്തിൻ്റെ വെലോസിറ്റീനെയാണ് നമ്മൾ സീപ്പേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഈ സീപ്പേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. സീപ്പേജ് വെലോസിറ്റി VS എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ Q/AV. ഓക്കെ, AV എന്ന് പറയുമ്പം ഏരിയ ഓഫ് വോയിഡ് ആണ് വരുന്നത്. AV എന്ന് പറയുന്നത് ഏരിയ ഓഫ് വോയിഡ് ആണ്. V എന്ന് പറയുന്നത് ഡിസ്ചാർജ് വെലോസിറ്റി ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ Q=A×V വരില്ലേ, അതാ ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന ഇക്വേഷൻ ഈ ഒരു രീതിയിലാണ് വരുന്നത്. സീപ്പേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് വോയിഡ്സ് ഇൻറ്റു വെലോസിറ്റി എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇനി നമ്മൾ സീപ്പേജ് വെലോസിറ്റി ബേസ് ചെയ്തിട്ട് ടാർസീസ് ലോയിൽ ചെറിയൊരു ഫോർമുല കൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു സീപ്പേജ് വെലോസിറ്റി എന്ന് പറയുന്നത് VS എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സീപ്പേജ് വെലോസിറ്റി V_x. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ ഡാർസീസ് ലോ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണെങ്കിൽ അവിടെ ഡിസ്ചാർജ് വെലോസിറ്റി പറഞ്ഞു, ഇവിടെ സീപ്പേജ് വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി ടു I എന്ന് പറയാമല്ലോ. സോ ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഞാനിവിടെ കോൺസ്റ്റൻറ്റ് കൊടുക്കുന്നു, അത് K_P/I. അപ്പോൾ ഈ കൊടുക്കുന്ന കോൺസ്റ്റൻറ്റിന് പറയുന്ന പേരാണ് കോഎഫിഷ്യൻ്റ് ഓഫ് പെർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഇപ്പം I എന്ന് പറയുന്നത് ഞാൻ 1 ആയിട്ട് എടുത്താൽ എനിക്ക് എന്തെന്ന് എഴുതാം, VS=KP എന്നുള്ളത് എഴുതാൻ പറ്റും. സോ അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് പെർക്കുലേഷന് ഒരു റേഷ്യോ ഇവിടെ പഠിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ ഒരു റിലേഷൻ പഠിച്ചു വയ്ക്കുക. V/VS=K/KP=N. എന്ന് പറയുന്നത് പോറോസിറ്റി ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ പറയുന്ന ഇക്വേഷൻസ് എല്ലാം ഒന്ന് നോട്ട് ചെയ്യുക, കാരണം ഇതൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നമുക്കിനി പ്രോബ്ലം ചെയ്യേണ്ടി വരുന്നത്. VS=V/N and KP=K/N. ഇക്വേഷൻസ് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ചാർജ് വെലോസിറ്റിയും സീപ്പേജ് വെലോസിറ്റിയും തമ്മിലുള്ള റേഷ്യോ നോക്കാം, അല്ലെങ്കിൽ റിലേഷൻ നോക്കാം. അത് ഡിറൈവ് ചെയ്യുന്ന കാര്യമല്ല, അതിൽ മെയിൻ എന്ന് അതിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ള ഇക്വേഷനാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഡിസ്ചാർജ് വെലോസിറ്റി ആൻഡ് സീപ്പേജ് വെലോസിറ്റിയുടെ റേഷ്യോ ആണ് പറയുന്നത്, റിലേഷനാണ്. VS=V/N. VS=V/N. അതുപോലെ തന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് പെർക്കുലേഷനും കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിബിലിറ്റിയും തമ്മിലും ഒരു റിലേഷനുണ്ട്. സോ റിലേഷൻ ബിറ്റ്വീൻ കോഎഫിഷ്യൻ്റ് ഓഫ് പെർക്കുലേഷൻ ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിബിലിറ്റി. സോ നമുക്ക് വരുന്നത് KP=K/N. ഇതെല്ലാം ഒരു റിലേഷൻ ഡിറൈവ് ചെയ്ത് വരുന്നതാണ്. സോ അതിൽ നിന്ന് വരുന്ന ഫോമുലയാണ് KP=K/N എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ചാർജ് വെലോസിറ്റീനെ നമുക്ക് സൂപ്പർഫിഷ്യൽ വെലോസിറ്റി എന്ന് പറയാം. ഡിസ്ചാർജ് വെലോസിറ്റീനെ പറയുന്ന വേറൊരു പേരെന്ന് പറയുന്നത് സൂപ്പർഫിഷ്യൽ വെലോസിറ്റി എന്ന് പറയാം. അതുപോലെ സീപ്പേജ് വെലോസിറ്റീനെ നമുക്ക് ട്രൂ വെലോസിറ്റി എന്ന് പറയാം. സീപ്പേജ് വെലോസിറ്റീനെ ട്രൂ വെലോസിറ്റി അല്ലെങ്കിൽ ആക്ച്വൽ വെലോസിറ്റി എന്ന് പറയാൻ പറ്റും. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മുടെ പെർമിബിലിറ്റിയെ എഫക്റ്റ് ചെയ്യുന്നത്? ഈ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ നോക്കാം. അപ്പോൾ അതിലുള്ള എല്ലാ ഫാക്ടേഴ്സും ഒന്ന് പഠിച്ചു വെച്ചാൽ മതിയാവും. K=CD10² E³/1 + E × Γ/W/Γ. ഇതിലൊരു ടേം അറിഞ്ഞൂടാത്തത് വരാൻ ചാൻസ് ഉള്ളത് C ആണ്. C എന്ന് പറയുന്നത് ഷേപ്പ് കോൺസ്റ്റൻ്റ് ആണ്. ഷേപ്പ് കോൺസ്റ്റൻ്റ് ആണ് വരുന്നത്. K=CD10² E³/1 + E × Γ/W/Γ. Γ/W/Γയെ നമുക്ക് ഫ്ലൂയിഡ് പാർട്ടിക്കിളായിട്ട് അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാം. ഫ്ലൂയിഡിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് Γ/W/Γ എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാം. അപ്പോൾ ഇതിൽ ആദ്യം ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ C പറഞ്ഞു ഷേപ്പ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ അതും ഒരു ഫാക്ടറാണ്.
അതുപോലെ പിന്നെ വരുന്നതെന്ന് വെച്ചാൽ D10 ആണ്. എന്ന് വെച്ചാൽ പാർട്ടിക്കിളിൻ്റെ സൈസാണ് ഈ D10 കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്ന് പഠിച്ചു വെച്ചാൽ ഏതൊക്കെ ഫാക്ടറാണെന്ന് നിങ്ങൾക്ക് തന്നെ പറയാം. D10 എന്ന് പറയുന്നത് പാർട്ടിക്കിൾ സൈസാണ് വരുന്നത്. പാർട്ടിക്കിൾ സൈസ് കൂടുന്ന അനുസരിച്ച് പെർമെബിലിറ്റി എന്ത് ചെയ്യും, കൂടും. അതുകൊണ്ടാണ് ഇത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ, ഈക്വൽ ടു അല്ലേ വന്നേക്കുന്നത്, അല്ലാതെ ഡിവൈഡ് ബൈ അല്ലല്ലോ. സോ ഇതൊരു ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണാലിറ്റി ആണ് വരുന്നത്, പാർട്ടിക്കിൾ സൈസും പെർമെബിലിറ്റിയും. അപ്പോൾ പാർട്ടിക്കിൾ സൈസ് കൂടുന്നതനുസരിച്ച് പെർമെബിലിറ്റി കൂടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തത് ആയി. രണ്ടാമത്തത് പറയുന്നത് ഓയിഡ് റേഷ്യോ ആണ്. എഫക്റ്റ് ഓഫ് ഓയിഡ് റേഷ്യോ. ഓയിഡ് റേഷ്യോ എന്ന് പറയുമ്പം ഓയിഡ് റേഷ്യോവും നമ്മുടെ പെർമെബിലിറ്റി എന്ന് പറയുന്നത് ഈസ് പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്. പക്ഷേ ക്ലേ സോയിലിൻ്റെ കേസിൽ നമുക്ക് വാലിഡ് ആണെന്ന് പറയാൻ പറ്റില്ല. സോ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ വോയിഡ്സ് കൂടുതലാണെങ്കിൽ ഓഫ് കോഴ്സ് പെർമെബിലിറ്റി കൂടും. ഈ ഇക്വേഷൻ ഒന്ന് നോക്കി വയ്ക്കുക. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എഴുതേണ്ട ആ ഒരു പാർട്ട്, കെ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു E³/1+C. ഇതിൽ ലൂസ് സാൻഡും കോമ്പാക്റ്റ് അല്ലെങ്കിൽ ഡെൻസ് സോയിലിൻ്റെയും കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അടുത്ത് പറയുന്നത് സ്പെസിഫിക് സർഫസ് ഏരിയ ആണ്. സ്പെസിഫിക് സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ സർഫസ് ഏരിയയിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്ന റിലേഷനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ്ലി എന്ന് പറയുമ്പോൾ സർഫസ് ഏരിയ കൂടുന്ന സമയത്ത് നമ്മുടെ കോഫിഷ്യൻ്റ് ഓഫ് പെർമെബിലിറ്റി എന്ന് പറയുന്നത് കുറയുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പെർമെബിലിറ്റി കോഫിഷ്യൻ്റ് വേണ്ട, പെർമെബിലിറ്റി എന്ന് പറയുന്നത് കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ പറഞ്ഞായിരുന്നു സി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു, ഷേപ്പ് ഓഫ് പാർട്ടിക്കിൾ ആണ്. അപ്പോൾ ഈ ഷേപ്പ് ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും അത് ആംഗുലർ സോയിൽ പാർട്ടിക്കിൾ ആണെങ്കിൽ അതിൻ്റെ സർഫസ് ഏരിയ കൂടുമ്പോൾ അതിൻ്റെ പെർമെബിലിറ്റി കുറയുന്നു. പിന്നെ പറഞ്ഞത് ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസ്, മീൻസ് ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ γW/γ എന്ന് എഴുതിയില്ലേ, അത് ബേസ് ചെയ്ത് പറയുമ്പോൾ അവിടെയും ഈ ഒരു വാല്യൂ നമ്മുടെ ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടിയിൽ കുറയുന്ന സമയത്ത്, ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടി കുറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവിടുത്തെ പെർമിബിലിറ്റി കൂടും. കാരണം ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടിയിൽ മെയിനായിട്ട് വരാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഗാമയെക്കാളും മ്യൂ ആണെങ്കിൽ കുറച്ച് വിസ്കോസിറ്റി റിലേറ്റഡ് ആണ്. സോ ആ പ്രോപ്പർട്ടീസ് വരുന്ന സമയത്ത് നമ്മുടെ പെർമിബിലിറ്റിയിൽ വ്യത്യാസം വരും. ഗാമ എന്നുമുണ്ട്, γW/γ എന്നുമുണ്ട്. അത് അതർവൈസ് ഈസ് മ്യൂ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ടെമ്പറേച്ചറും ഒരു ഫാക്ടറാണ്. എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വിസ്കോസിറ്റി കുറയുകയും പെർമെബിലിറ്റി കൂടുകയും ചെയ്യും. ശ്രദ്ധിക്കുക, ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയുന്നു, പെർമെബിലിറ്റി കുറയുന്നു. പിന്നെ ഉള്ളത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണ്. നോർമലി പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ ആണെങ്കിൽ ലെസ് പെർമെബിലിറ്റി ആയിരിക്കും വരുന്നത് ഫുള്ളി സാച്ചുറേറ്റഡ് സോയിലിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഫാക്ടേഴ്സിൽ വരുന്നത്. ആ നോട്ട് കൂടെ വെച്ച് പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാവും.